ലോകസഞ്ചാരം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. പെയിനിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ഞാൻ വീട്ടിലെത്തി. ഞാൻ വീടിന്റെ പ്രധാന കവാടത്തിലേക്ക് നടന്നു. അവിടെ പരമ്പരാഗത രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു റഷ്യൻ നാടോടി സ്ത്രീയെ അനുസ്മരിപ്പിക്കുന്ന വിധം എന്റെ ഭാര്യ നിന്നിരുന്നു. ഞാൻ അകത്തേക്ക് കടന്നു. വിശാലമായ ഉൾവശം. ഞാൻ ഡൈനിങ് ഹാൾ ലക്ഷ്യമാക്കി നടന്നു. അല്പം ഭക്ഷണം കഴിക്കുകയാണ് എന്റെ ലക്ഷ്യം. അവിടെ പരിചാരകർ ഭക്ഷണവും മറ്റും വിളമ്പുന്നുണ്ടായിരുന്നു. ജനാലയിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കി. ഞാൻ കൈ കഴുകുവാനായി വാട്ടർ ടാപ്പിനടുത്തേക്ക് നടന്നു. വളരെ സങ്കീർണവും സവിശേഷവുമാണ് ഈ വീട്ടിലെ ജലവിതരണ ശൃംഖല. ജലവിതരണ കാര്യത്തിൽ വളരെ ഉദാസീനരും അലക്ഷ്യരുമാണ് ഈ വീട്ടുകാർ. സമയം പോയതറിഞ്ഞില്ല. ഞാൻ അല്പം മുമ്പ് പറഞ്ഞ സ്ത്രീ ഭക്ഷണം കഴിക്കുവാൻ വിളിക്കുന്നു. കൈ കഴുകുവാൻ ഞാൻ മറന്നു. പിന്നെ 24 മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കൈ കഴുകു. അത് ഇത് തിന്നാനായി. മേശയിൽ അധികം വിഭവങ്ങൾ ഒന്നും തന്നെയില്ല. കൈകൊണ്ടോ നിർബന്ധമെങ്കിൽ സ്പൂൺ കൊണ്ടോ കഴിക്കാം. അകത്തെ മുറികൾ വിശാലവും കൌതുകമുണർത്തുന്നതുമാണ്. ഒരു ഇന്ത്യൻ ബാലൻ എന്റെ അടുക്കൽ വന്നു നിന്നു എന്റെ ജാക്കറ്റിൽ പിടിച്ചു വലിക്കുന്നുണ്ടായിരുന്നു. വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു എന്ന ചിന്ത എന്റെ മനസ്സിൽ കൂടി കടന്നുപോയി. അകത്തേക്ക് കടക്കുമ്പോഴാണ് ചാരുകസേരയിലിരിക്കുന്ന അപ്പൂപ്പൻ താടി പോലെ വെളുത്ത മുടിയുള്ള ഒരു വൃദ്ധനെ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൂപ്പൻ അകത്തേക്ക് നോക്കി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അയാളുടെ ഭാഷ മുഴുവൻ മനസ്സിലായില്ലെങ്കിലും ഞാൻ മലയാളത്തിലാക്കുമ്പോൾ ഊരുതണ്ടിയെത്തി എന്നാണ് എന്നെനിക്ക് മനസ്സിലായി.